കർഷകരോഷം കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും ഉയരുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. പക്ഷേ ഇത്തവണ പഞ്ചാബിൽ ഒരു പാർട്ടികളും തമ്മിൽ ഒരു സഖ്യവുമില്ല. എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കുന്നു എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. സാധാരണഗതിയിൽ സഖ്യമുള്ള ദീർഘകാലമായി സഖ്യത്തിലുണ്ടായിരുന്ന ശിരോമണി അകാലിദളും BJPയും ഇത്തവണ രണ്ടായിട്ട് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് അമൃത്സറിലെ പോരാട്ടത്തെക്കുറിച്ചൊരു റിപ്പോർട്ട്. പഞ്ചാബിലെ സുവർണക്ഷേത്രം സിഖുകാർ ഏറ്റവും പവിത്രമായി കാണപ്പെടുന്ന ആരാധനാലയമാണ്. അമൃത്സറിലാണ് ഈ സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സിഖുകാരുടെ മതത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗമായ അമൃത്സറിൽ നിന്നും ഇതുവരെയും ഒരു അകാലിദൾ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല. 3 ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മണ്ഡലത്തിൽ നടന്ന 20 തിരഞ്ഞെടുപ്പുകളിൽ 13 തവണയും വിജയിച്ചത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു. മുൻ കേരള ഗവർണറായിരുന്ന RL ഭാട്ടിയ അമൃത്സറിൽ നിന്നും 6 തവണ ലോക്സഭാ അംഗമായി. നവജോത് സിംഗ് സിദ്ധു 3 തവണ BJP ടിക്കറ്റിൽ നിന്നും ഇവിടെ വിജയിച്ചു. മുതിർന്ന നേതാക്കളെ തോൽപ്പിച്ച ചരിത്രവും അമൃത്സറിന് സ്വന്തമായുണ്ട്. BJP നേതാവായ അരുൺ ജെയ്റ്റ്ലിയെ വലിയ ഭൂരിപക്ഷത്തിലാണ് അമൃത്സറിലെ ജനങ്ങൾ തോൽപ്പിച്ചത്. പഞ്ചാബ് മുഖ്യമന്ത്രിയായതിനെ തുടർന്ന് അമരീന്ദർ സിംഗ് 2017 രാജിവെച്ചത് മൂലം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ഗുർജീത് സിംഗ് ഓജിയ വിജയിച്ചു. 2019 ഇദ്ദേഹം വിജയം ആവർത്തിച്ചു. ഇത്തവണയും ഇദ്ദേഹം തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. തസ്വീന്ദർ കൗർ CPI സ്ഥാനാർത്ഥിയായി ശ്രദ്ധേയ പ്രകടനം ഇവിടെ കാഴ്ചവെക്കുന്നു. പഞ്ചാബിൽ അകാലിദൾ BJP സഖ്യം രൂപം കൊണ്ടതിനു ശേഷം അമൃത്സർ മണ്ഡലത്തിൽ പതിവായി മത്സരിക്കുന്നത് BJP ആയിരുന്നു. BJPയുമായി സഖ്യം അവസാനിപ്പിച്ച അകാലിദൾ അനവധി വർഷങ്ങൾക്ക് ശേഷം അമൃത്സർ ലോക്സഭാ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. മുൻ BJP നേതാവ് അനിൽ ജോഷിയാണ് അകാലിദൾ ടിക്കറ്റിൽ ജനവിധി തേടുന്നത്. അമേരിക്കയിലെ മുൻ ഇന്ത്യൻ അംബാസിഡർ തരൺജിത് സിംഗ് സംധു ആണ് BJPയുടെ സ്ഥാനാർത്ഥി. അജിനാല MLA കുൽദീപ് സിംഗ് തരിവാർ ആം ആദ്മി ടിക്കറ്റിൽ മത്സരിക്കുന്നു. ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.